ഇന്നത്തെ റെസിപ്പി ഷവർമ ബോക്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കിതിന് വേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചിക്കൻ നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് ഒന്നിച്ച് വെച്ച് ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് 2 സ്ലൈസ് ഒന്നിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ഒരു 10-12 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുക്കേണ്ടി വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 സ്ലൈസ് ബ്രെഡ് ആദ്യം മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. ഈ സൈഡിൽ നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബ്രെഡും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും. നല്ലവണ്ണം പൊങ്ങി കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് മുഴുവൻ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് മയോണൈസ്, 1 ടേബിൾ സ്പൂൺ നല്ല പുളിയില്ലാത്ത കട്ടി തൈര്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് കുക്കുംബർ, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് സവാള വളരെ ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ബൗളിൽ ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ബൗളിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കെല്ലാം ഒന്നിച്ചിട്ട് ഒരു വലിയ ബൗളിലെല്ലാം ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായി ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ ബോക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.